കോളേജുകളിൽ ഒന്നാം വർഷ ബിരുദ ക്ലാസുകൾ ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതോടനുബന്ധിച്ചാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഈ കോട്ടപ്പടി ഇന്ന് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക പുരോഗതിയിലൊക്കെ ഈ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇവിടെ 19 വർഷം 2006 ഈ സ്ഥാപനം ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോതമംഗലത്തെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കോതമംഗലം അക്ഷരാർത്ഥത്തിൽ ഒരു വിജ്ഞാന നഗരിയാണ്. ഇവിടെ പ്രിയപ്പെട്ട നിഷ മാഡം വേദിയിലുണ്ട്. കോട്ടയം അക്ഷര നഗരിയാണെങ്കിൽ കോതമംഗലം ഒരു വിജ്ഞാന നഗരിയാണ്. ഒട്ടേറെ സ്ഥാപനങ്ങൾ, ഒരു താലൂക്ക് പരിധിയിൽ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കേരളത്തിൽ ഉണ്ടാവില്ല. ഏതാണ്ട് 25ഓളം വരുന്ന കോളേജുകളാണ്, മാർ ഏലിയാസ് കോളേജ് ഉൾപ്പെടെ 25ഓളം വരുന്ന കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കോതമംഗലം. അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് കഴിഞ്ഞ 19 വർഷക്കാലവും നമ്മുടെ കോളേജ് വളരെ മികച്ച നിലയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ അടക്കം കരസ്ഥമാക്കുന്ന കാര്യത്തിലും. കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിഷ ജോസ്, മിനി ഗോപി, ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, TM ജോർജ്, CP കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ബിജി പി ഐസക്, MK വർഗീസ്, എൽദോ ജോസ്, എൽദോ കെ കുര്യാക്കോസ്, ജിൻസി പി മാത്യൂസ്, ടിൻഡുസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. മാനേജർ സുനിൽ ജോസഫ് സ്വാഗതവും MN പ്രീതി കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കോട്ടപ്പടി. പാർവതി ശിവശങ്കര പാർവതി രമണ